കേരള PSCയുടെ ട്രേസർ എക്സാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിലെ ഒരു പോർഷനായ കോണ്ടൂറിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവലിംഗ്, കോമ്പസ് സർവേയിങ് ക്ലാസ്സുകളെല്ലാം എടുത്തിരുന്നു. ഇന്ന് നമ്മൾ കോണ്ടൂറിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോണ്ടൂറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ ഓൺ ദി ഗ്രൗണ്ട് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഈക്വൽ എലിവേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന രണ്ട് ടേംസ് എപ്പോഴും PSC ചോദിക്കുന്ന രണ്ട് ടേമുകളാണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്താ, ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്താ. കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോണ്ടൂർസ്, കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ദ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഈസ് കോൾഡ് കോണ്ടൂർ ഇൻ്റർവെൽ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്താ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി കൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അതിനെയാണ് ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ്, അതേപോലെ ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്താണ്. ഇനി ദ പ്രോപ്പർ ചോയ്സ് ഓഫ് കോണ്ടൂർ ഇൻ്റർവെൽ ഡിപ്പെൻസ് അപ്പോൺ. ഒരു കോണ്ടൂർ ഇൻ്റർവെലിന് നമ്മൾ എന്താ പറയുക, ചോയ്സ് അത് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യണം? 4 ഫാക്ടേഴ്സാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ഗ്രൗണ്ട്, രണ്ടാമത്തേത് സ്കെയിൽ ഓഫ് മാപ്പ്, മൂന്നാമത്തേത് പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ, 4 ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. ഈ നേച്ചർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണോ അതോ അൺഡുലേറ്റഡ് ആണോ എന്ന് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫ്ലാറ്റിന് യൂസ് ചെയ്യുന്നത് നമുക്ക് അൺഡുലേറ്റഡ് ഗ്രൗണ്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എ വെരി ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോളർ ഇൻ്റർവെല്ലാണ് ഉപയോഗിക്കുക. നേരെ തിരിച്ച് അൺഡുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അൺഡുലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ കോണ്ടൂർ ഇൻ്റർവെല്ലായിരിക്കും അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിൽ ഫ്ലാറ്റിന് ഉപയോഗിക്കുന്നത് അൺഡുലേറ്റഡിന് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ സ്മോളർ ഇൻ്റർവെൽ ഈസ് നെസസറി. നേരെ തിരിച്ച് ഗ്രൗണ്ട് ബ്രോക്കൺ ആണ് അല്ലെങ്കിൽ അൺഡുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഇൻ്റർവെൽ ആണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കോണ്ടൂർസ് തമ്മിൽ എന്താ പറയുക, കോണ്ടൂർസ് കം ക്ലോസ് ടു ഈച്ച് അതർ, അടുത്തടുത്തായിട്ട് വന്ന് അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാണുമ്പോൾ, അടുത്തടുത്ത് മുട്ടിയൊക്കെ ഇരുന്ന് ബുദ്ധിമുട്ടായിരിക്കും അത് മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് മാപ്പ്. സ്കെയിൽ ഓഫ് മാപ്പ് എങ്ങനെ വരുന്നത്? കോണ്ടൂർ ഇൻ്റർവെല്ലായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം. കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്കെയിൽ ഓഫ് മാപ്പ്. സ്കെയിൽ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ ലാർജ് ആയിരിക്കും. നേരത്തെ അതുപോലെ വൈസ് വേഴ്സ, കോണ്ടൂർ ഇൻ്റർവെൽ ലാർജ് ആണെങ്കിൽ സ്കെയിൽ ചെറുത്, കോണ്ടൂർ ഇൻ്റർവെല്ലിൽ സ്മോൾ ആണെങ്കിൽ സ്കെയിൽ ലാർജ് ആയിരിക്കും. ഓക്കെ, വൈസ് വേഴ്സയാണ്, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ. വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ഡിസൈൻ വർക്കോ അതുപോലെ ആക്യുറേറ്റ് എർത്ത് വർക്ക് കാൽക്കുലേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്മോളർ കോണ്ടൂർ ഇൻ്റർവെല്ലാണ് ഉപയോഗിക്കുക. ഡീറ്റെയിൽഡ് വർക്കിനൊക്കെ സ്മോളർ കോണ്ടൂർ ഇൻ്റർവെല്ല് ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ സർവേ ഒക്കെ എന്ന് വിചാരിക്കുക, അതേപോലെ റിസർവോയർ, ഡ്രെയിനേജ് ഏരിയ ഒക്കെയാണ്. അപ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാർജർ കോണ്ടൂർ ഇൻ്റർവെല്ലായിരിക്കും ഉപയോഗിക്കാം. സ്മോളർ ഏരിയയ്ക്ക് ചെറിയ ഇൻ്റർവെൽ ഉപയോഗിക്കാം. വലിയ വർക്കൊക്കെയാണ് വരിക, റിസർവോയറിൻ്റെ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രെയിനേജ് ഏരിയ ഒക്കെ ആകുമ്പോൾ വലിയൊരു ഏരിയയാണ് സർവേ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ വലിയ ഇൻ്റർവെല്ലാണ് യൂസ് ചെയ്യുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. ടൈം അവൈലബിൾ ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രേറ്റർ കോണ്ടൂർ ഇൻ്റർവെല്ലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റർ ടൈം ആവശ്യം വരും ഇതിൽ ഫീൽഡ് സർവേയിൽ. അപ്പോൾ ടൈം നമുക്ക് കുറച്ചുള്ളെങ്കിൽ വലിയ ഇൻ്റർവെൽ നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. നേരെ തിരിച്ച് കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡ് വർക്കിനുള്ള ടൈം കുറയാൻ വേണ്ടി വരും. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ചോദിക്കുന്നത്. 4 ഫാക്ടേഴ്സ്: നേച്ചർ ഓഫ് ഗ്രൗണ്ട്, സ്കെയിൽ ഓഫ് മാപ്പ്, പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ, ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. ഈ 4 ഫാക്ടേഴ്സാണ് കോണ്ടൂർ ഇൻ്റർവെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോണ്ടൂർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. അതായത് രണ്ട് ഡിഫറെൻറ്റ് എലിവേഷനുള്ള കോണ്ടൂർ ലൈൻസ്, 2 കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ. എന്താ പറയുക, ഡിഫറെൻറ്റ് എലിവേഷനിലുള്ള 2 കോണ്ടൂർ ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. എപ്പോഴായിരിക്കും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുക? ആകെ ഒരു കേസിൽ മാത്രമാണ് അങ്ങനെയുള്ള കോണ്ടൂർസ് ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതെന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ക്യാൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്.
എങ്ങനെയായിരിക്കും ഡിഫറെൻറ്റ് എലിവേഷനിലുള്ളത് യുണൈറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് ഫോം ചെയ്യുന്നത് ഏത് കേസിലായിരിക്കും? വെർട്ടിക്കൽ ക്ലിഫിലായിരിക്കും. അതേപോലെ ക്രോസ് ചെയ്യുന്നത് ഏത് കേസിലാണ്? ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ. അപ്പോൾ 2 കാര്യങ്ങളായി. തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? നമ്മൾ ഓരോ സ്ലോപ്പാണ് പറയുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ് എങ്ങനെ വരിക, ഫ്ലാറ്റ് സ്ലോപ്പ് എങ്ങനെ വരിക, യൂണിഫോം സ്ലോപ്പ് എങ്ങനെ വരിക, അങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ആണെങ്കിൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യും? സ്റ്റീപ്പ് സ്ലോപ്പിനെ ആയിരിക്കും കോണ്ടൂർ ലൈൻസ് ക്ലോസ് ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നേരെ തിരിച്ച് അവർ ഫാർ അപ്പാർട്ടാണ് വിചാരിക്കുക, കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യും? ജെൻറ്റിൽ സ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എന്താ? അത് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് വിചാരിക്കുക. കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യും? യൂണിഫോം സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, നമ്മുടെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് കോണ്ടൂർസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ 4 ടൈപ്പ് സ്ലോപ്പാണ് പറഞ്ഞത്. ഒന്ന് സ്റ്റീപ്പ് സ്ലോപ്പ്, അതെങ്ങനെ കോണ്ടൂർ ലൈൻസ് ക്ലോസ് ചെയ്ത് വളരെയധികം ക്ലോസ് ടുഗദർ ആണെങ്കിൽ. രണ്ടാമത്തത് ജെൻറ്റിൽ സ്ലോപ്പ്, കോണ്ടൂർ ലൈൻസ് ഫാർ അപ്പാർട്ട് ആണെങ്കിൽ. ഇനി അവർ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? യൂണിഫോം സ്ലോപ്പ് ആയിരിക്കും. നാലാമത്തെ എന്താ? പ്ലെയിൻ സർഫസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ്. അതെന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക? പ്ലെയിൻ സർഫസിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കിയത് എപ്പോഴും PSC മാറി കോണ്ടൂർസിൽ നിന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? ഹിൽ ആൻഡ് ഡിപ്രഷനെ കുറിച്ച് പറയാം. ഹില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് നമ്മുടെ കോണ്ടൂർ ലൈനിൻ്റെ ഉള്ളിൽ കോണ്ടൂർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ ഇൻസൈഡ് ഉള്ളത് ഹയർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹില്ലിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. നേരെ തിരിച്ച് ക്ലോസ്ഡ് കോണ്ടൂർ ലൈനിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ചെറിയ വാല്യൂസ് ആണെങ്കിൽ അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡിപ്രഷനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ഉള്ളിലുള്ള വാല്യൂസ് ഹയർ ആണെങ്കിൽ ഹില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യും. കുന്ന് ഹില്ലാലോചിക്കുക, ഉള്ളിലുള്ള വാല്യൂ ഹയർ ആയിരിക്കും ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ളത്. ഡിപ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ചെറുതായിരിക്കും. ഓക്കെ, അത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ എന്താ? റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈന് വേറൊരു പേര് വാട്ടർ ഷെഡ് എന്നും പറയും. അപ്പോൾ അതെങ്ങനെയാണ് റിഡ്ജ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ക്രോസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലായിരിക്കും. കോണ്ടൂർ ലൈൻസ് ക്രോസ് എ വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പോൾ അത് എന്ത് ഷേപ്പിലാണ് അത് ഫോം ചെയ്യുന്നത്? യു ഷേപ്പിലാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ യു ഷേപ്പ് വിത്ത് കോൺകേവ് സൈഡ് ഓഫ് ദി കർവ് എന്തായിരിക്കും? ഹയർ ഗ്രൗണ്ടിലേക്ക് ആയിരിക്കും അതിൻ്റെ കോൺകേവ് സൈഡ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം, കോണ്ടൂർ ലൈൻസ് നമ്മുടെ വാട്ടർ ഷെഡിലോ അല്ലെങ്കിൽ റിഡ്ജ് ലൈനിലോ റൈറ്റ് ആംഗിൾസിലാണ് അത് ക്രോസ് ചെയ്യുന്നത്. എന്ത് കർവാണ് ഫോം ചെയ്യുന്നത്? ഷേപ്പ് യു ഷേപ്പാണ്, കോൺകേവ് സൈഡ് ടുവേർഡ്സ് ദി ഹയർ ഗ്രൗണ്ട്. രണ്ടാമത്തെ കേസ് വാലി ലൈൻ. വാലി ലൈൻ ക്രോസ് ചെയ്യുന്നതും റൈറ്റ് ആംഗിൾസിൽ തന്നെയാണ്. അവിടെയുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ഫോം എ വി ഷേപ്പ് കർവ്. അവിടെ ഫോം ചെയ്യുന്ന കർവ് വി ഷേപ്പാണ് വിത്ത് കോൺവെക്സ് സൈഡാണ് അവിടെ ഹയർ ഗ്രൗണ്ടിലേക്ക് ടുവേർഡ്സ് ഹയർ ഗ്രൗണ്ട് വരുന്നത് കോൺവെക്സ് സൈഡാണ്. റിഡ്ജ് ലൈനിൽ അത് കോൺകേവ് സൈഡാണ്. റിഡ്ജ് ലൈനിൽ യു ഷേപ്പ് കർവാണ്, വാലി ലൈനിൽ വി ഷേപ്പ് കർവാണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. ക്യാരക്ടറിസ്റ്റിക്സ് കോണ്ടൂറിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഓവർ ഹാങ്ങിങ് ക്ലിഫ്, അതായത് ടു കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ കാനോട്ട് ക്രോസ് ഈച്ച് അതർ. ക്രോസ് ചെയ്യില്ല. ഇനി അങ്ങനെ ചെയ്യണ ഒരേ ഒരു കേസ് ഓവർ ഹാങ്ങിങ് ക്ലിഫാണ്. അതേപോലെ 2 കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് ഫോം ചെയ്യുന്ന ഒരു കേസിലാണ് വെർട്ടിക്കൽ ക്ലിഫിലാണ്. സ്ലോപ്പിൻ്റെ കാര്യം 4 പറഞ്ഞു. സ്റ്റീപ്പ് സ്ലോപ്പ് പറഞ്ഞു, പ്ലെയിൻ സർഫസ് പറഞ്ഞു, ജെൻറ്റിൽ സ്ലോപ്പ് പറഞ്ഞു, യൂണിഫോം സ്ലോപ്പ് പറഞ്ഞു. ഇനി റിഡ്ജ് ലൈനും വാലി ലൈനും പറഞ്ഞു. അത് രണ്ടും നമ്മൾ റൈറ്റ് ആംഗിൾസിലാണ് ക്രോസ് ചെയ്യുന്നത്. ഒന്ന് യു ഷേപ്പ് ഫോം ചെയ്യുന്നു, ഏത്? റിഡ്ജ് ലൈൻ. വാലി ലൈൻ ആണെങ്കിൽ വി ഷേപ്പ് ആയിരിക്കും. ഹിൽ ആൻഡ് ഡിപ്രഷൻ ഞാൻ പറഞ്ഞു. ഹില്ലാണെങ്കിൽ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ഹയർ ആയിരിക്കും. ഡിപ്രഷൻ ആണെങ്കിൽ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ലോവർ ആയിരിക്കും, ലോവർ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർസ്. എങ്ങനെയൊക്കെയാണ് കോണ്ടൂർസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? 2 ടൈപ്പ് മെത്തേഡാണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് മെത്തേഡിൽ എന്താ പറയുക, എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ കൺട്രോളും മറ്റേത് ഹൊറിസോണ്ടൽ കൺട്രോളും. വെർട്ടിക്കൽ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ കോണ്ടൂർസ്. കോണ്ടൂറിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അതെങ്ങനെയായിരിക്കും നമ്മൾ ട്രേസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഒരു ലെവലും സ്റ്റാഫും വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പോയിൻറ്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ലെവൽ അവിടെ കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റാഫ് ബെഞ്ച് മാർക്കിൽ സ്റ്റാഫൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യും. ബെഞ്ച് മാർക്ക് ഒരെണ്ണം വെച്ചിട്ട് അവിടുത്തെ എലിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് കോണ്ടൂർ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സർവേ ഓഫ് ദോസ് പോയിൻറ്റ്സ്. നമ്മൾ ലൊക്കേറ്റ് ചെയ്തില്ല, അതിൻ്റെ സർവേ ചെയ്യണം.
എങ്ങനെ നമുക്ക് സർവേ ചെയ്യാം? ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയിൻ സർവേ ഒക്കെ വെച്ച് ചെയ്യാം. വലിയ ഏരിയ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? ട്രാവേഴ്സ് യൂസ് ചെയ്യാം. ഈ ട്രാവേഴ്സ് എങ്ങനെ ചെയ്യാം? ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് അതായിരുന്നു സർവേൻ്റെ ഇൻട്രഡക്ഷനിൽ. അപ്പോൾ ട്രാവേഴ്സ് ഏതൊക്കെ വെച്ച് ചെയ്യാം? തിയോഡലൈറ്റ് വെച്ച് ചെയ്യാം, കോമ്പസ് വെച്ച് ചെയ്യാം, പ്ലെയിൻ ടേബിൾ വെച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ 2 വഴിയാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ കോണ്ടൂർ, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ഓഫ് ദോസ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് സർവേ ഓഫ് ദോസ് പോയിൻറ്റ്സ്. അപ്പം വെർട്ടിക്കൽ കൺട്രോൾ ഞാൻ പറഞ്ഞു എങ്ങനെയത് കോണ്ടൂർസ് ട്രേസ് ചെയ്യുന്നത് ലെവൽ ആൻഡ് സ്റ്റാഫ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോണ്ടൂർസൊക്കെ വരയ്ക്കുന്നതാണ് അതിൽ നിന്ന്. ഓക്കെ, എന്താ പറയുക, ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ സം ഗൈഡ് പോയിൻറ്റ്സ് നമ്മൾ അതിൽ സെലക്ട് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എലിവേഷൻസ് ഫൗണ്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ഇൻ്റർപോളേഷൻ വഴി പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇൻ്റർപോളേഷൻ വഴി കോണ്ടൂർസ് കണ്ടുപിടിക്കുക ചെയ്യാം. മറ്റേത് ഡയറക്റ്റ് ആയിരുന്നു ചെയ്യുന്നത്, ഡയറക്റ്റ്ലി ഇത് കണ്ടുപിടിച്ച് കോണ്ടൂർസ് പ്ലോട്ട് ചെയ്യുക ചെയ്യാം. ഇൻഡയറക്റ്റ് മെത്തേഡിൽ സം ഗൈഡ് പോയിൻറ്റ്സ് നമ്മൾ ആദ്യമേ തന്നെ അസ്യൂം ചെയ്ത് അതിൻ്റെ എലിവേഷൻ കണ്ടുപിടിച്ച് പ്ലോട്ട് ചെയ്ത് കോണ്ടൂർ വരയ്ക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 3 മെത്തേഡുണ്ട്. ഒന്ന് ബൈ സ്ക്വയേഴ്സ്, അതിൻ്റെ വേറൊരു പേരാണ് സ്പോട്ട് ലെവലിംഗ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് ബൈ ക്രോസ് സെക്ഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് ബൈ ടാക്കിയോമെട്രി. അപ്പോൾ ഈ ബൈ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ക്വയേഴ്സ് ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, പിന്നെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നോട്ട് വെരി മച്ച് ആൻഡുലേറ്റിങ്, അതായത് നിയർലി ഫ്ലാറ്റ് ഏരിയാസൊക്കെ ആണെങ്കിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ മെത്തേഡിൽ നമ്മൾ ഏരിയനെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 to 20 മീറ്റർ ഏകദേശം. സ്ക്വയർ തന്നെ ആവുന്ന നിർബന്ധമില്ല, ചിലപ്പോൾ അത് റെക്റ്റാങ്കിളായിട്ടും ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ റെക്റ്റാങ്കിൾസും വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ സ്ക്വയറിൻ്റെ കോർണേഴ്സൊക്കെ ഇല്ല, അതിൻ്റെ എലിവേഷൻസും ഒരു ലെവലും സ്റ്റാഫൊക്കെ വെച്ചിട്ട് കോർണേഴ്സിൻ്റെ എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കും, കോർണർ പോയിൻറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റർപോളേഷൻ വഴി കോണ്ടൂർ ലൈൻസ് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സ്ക്വയേഴ്സായിട്ട് നമ്മൾ എൻ്റർ ഏരിയനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്താ പറയുക, ആ കോർണറിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ കോണ്ടൂർ ലൈൻസ് ഇൻ്റർപോളേഷൻ വഴി വരയ്ക്കുകയാണ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മെയിൻ ലൈനിൻ്റെ രണ്ട് സൈഡിൽ റൈറ്റ് ആംഗിൾസിൽ വരുന്നതാണ്. റൈറ്റ് ആംഗിൾസിൽ വന്നിട്ട് പോയിൻറ്റ്സ് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് ക്രോസ് സെക്ഷൻ. ഒരു സ്ഥലത്തിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഇതെവിടെ ഉപയോഗിക്കാം? റെയിൽവേ റൂട്ട് സർവേസിൽ, റോഡ് സർവേയിലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഈ സ്പേസിങ് ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഒരു ക്രോസ് സെക്ഷൻ സ്പേസിങ് എങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറൈൻ്റെ ക്യാരക്ടർ, ഏത് ടൈപ്പ് ടെറൈനാണോ, അതേപോലെ അതിന് പർപ്പസ് ഓഫ് സർവേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സ്പേസിങ് ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ഡിഫറെൻറ്റ് സ്പേസിങ് അതിൽ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ സ്പേസിങ് അസ്യൂം ചെയ്യും. അപ്പം എന്താ ചെയ്യുക, നമ്മൾ ഈ ക്രോസ് സെക്ഷൻ ആദ്യം കണ്ടുപിടിച്ചു, അതിൽ നിന്ന് പോയിൻറ്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ ഓരോ പോയിൻറ്റിന് നമ്മളൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കോണ്ടൂർ ഇൻ്റർവെല്ലിലൊക്കെ ആയിരിക്കുമല്ലോ ഈ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അത് എന്നിട്ട് അതിൻ്റെ എലിവേഷൻ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ കോണ്ടൂർ ലൈൻസ് ഇൻ്റർപോളേറ്റ് ചെയ്യും. അസംഷൻ വെച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതോടൊരു യൂണിഫോം സ്ലോപ്പ് ആണെന്നുള്ള അസംഷനിൽ നമ്മൾ ഈ ലൈൻസ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ക്രോസ് സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെയിൽവേ റൂട്ട് സർവീസിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ സ്പേസിങ് ഓഫ് ക്രോസ് സെക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ടെറൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കോണ്ടൂർ ഇൻ്റർവെല്ലിനെയും പർപ്പസ് ഓഫ് സർവേനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ക്രോസ് സെക്ഷനും പോയിൻറ്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്യും. നമ്മൾ അസ്യൂം ചെയ്യുക പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് അത് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പോയിൻറ്റ്സിൻ്റെ എലിവേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം കോണ്ടൂർ ലൈൻസ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ചെയ്യുക. അപ്പോൾ അസംഷൻ ചെയ്യുന്ന യൂണിഫോം സ്ലോപ്പാണ് അസംഷൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്, ബൈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ബൈ ടാക്കിയോമെട്രിക് മെത്തേഡ്. ഹില്ലി ടെറൈനിലൊക്കെ വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ടാക്കിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ടാക്കിയോമെട്രിക് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ടാക്കിയോമീറ്റർ ആണ്. ടാക്കിയോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തിയോഡലൈറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ സ്റ്റേഡിയ ഡയഫ്രം. അപ്പോൾ അതിൽ സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറയുന്നത് അതിൽ 3 ക്രോസ് വയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ 3 എണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റീഡിങ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വയറ്, ടോപ്പിലൊരു വയറ്, ബോട്ടത്തിലൊരു വയറ്, സെൻറ്ററിലൊരു വയറ്. ഈ ടോപ്പ് വയറിൻ്റെയും ബോട്ടം വയറിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായിട്ട് വെക്കുമല്ലോ, അതിൽ നിന്ന് നമ്മൾ ഏത് പോയിന്റിലേക്കാണോ ഒബ്സർവേഷനിലേക്കാണെങ്കിൽ അതിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക ചെയ്യാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
നമുക്ക് എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഏതൊരു പോയിൻറ്റിൻ്റെയും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻക്ലിനേഷൻ ആണെന്ന് വിചാരിക്കുക. ലൈൻ ഓഫ് സൈറ്റ് വിത്ത് ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് അത് തീറ്റ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, അതായത് ബിറ്റ്വീൻ ഇൻസ്ട്രുമെൻറ്റും സ്റ്റാഫും തമ്മിൽ. പിന്നെ വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ എലിവേഷനെയാണ് എന്താ ഈ വി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്താ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? K1S cos സ്ക്വയർ തീറ്റ പ്ലസ് K2 കോസ് തീറ്റ, K1S cos സ്ക്വയർ തീറ്റ പ്ലസ് K2 കോസ് തീറ്റ. അങ്ങനെയാണ് നമ്മൾ ഡി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. വി എങ്ങനെ കണ്ടുപിടിക്കും? വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഡി ടാൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും വെച്ചിട്ടാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ എലിവേഷനും നമ്മൾ കണ്ടുപിടിക്കുക. ഈ K1 K2 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ കോൺസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ എന്താ പറയുക, നമ്മളൊരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ടാക്കോമീറ്റർ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ എലിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻറ്റ് റേഡിയൽ ലൈൻസ് ആണ് ആദ്യം ഇതിൽ വരയ്ക്കുക. അതിൽ നിന്ന് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യും. ആ പോയിൻറ്റ്സ് ചൂസൺ ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പോയിൻറ്റ് ചൂസൺ ചെയ്തിട്ട് അതിൻ്റെ കൺസിക്യൂട്ടീവ് പോയിൻറ്റ്സിലത്തെ വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക കോണ്ടർ ലൈൻസ് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റേഡിയൽ ലൈൻസ് വെച്ചിട്ട് അതിൽ നിന്ന് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എലിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെയാണ് ചെയ്യുക. അപ്പം 3 മെത്തേഡാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൽ വെർട്ടിക്കൽ കൺട്രോളും ഹൊറിസോണ്ടൽ കൺട്രോൾ വഴി. ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ കോണ്ടൂർസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ സർവേനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഗൈഡ് പോയിൻറ്റ്സ് നമ്മൾ അസ്യൂം ചെയ്യുക, അതിൻ്റെ എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം അത് കോണ്ടൂർസ് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. 3 മെത്തേഡ്: ബൈ സ്ക്വയേഴ്സ്, ബൈ ക്രോസ് സെക്ഷൻ, ബൈ ടാക്കിയോമെട്രിക്. ബൈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നതിന് വേറെ പേരാണ് സ്പോട്ട് ലെവലിങ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് സ്ക്വയേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ കോർണറിൻ്റെയും എലിവേഷൻ കണ്ടുപിടിക്കും. അതിൽ നിന്ന് ഇൻ്റർപോളേറ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്യും നമ്മൾ കോണ്ടൂർസ്. സെക്കൻഡ് വൺ ക്രോസ് സെക്ഷനാണ്. റെയിൽ റൂട്ട് സർവേസിലൊക്കെ റൂട്ട് സർവേ ഒക്കെ ഉണ്ടാവില്ലേ, റെയിൽ റൂട്ട് സർവേയിലും റോഡിൻ്റെ ഒക്കെ സർവേയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലെവലിംഗ് പറഞ്ഞു ക്രോസ് സെക്ഷനിങ് ആൻഡ് പ്രൊഫൈൽ ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞത് റോഡ് സർവേയിലൊക്കെയാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അതിലൊരു മെയിൻ ലൈൻ ഉണ്ടാവും, അതിൻ്റെ 2 സൈഡിലേക്കും റൈറ്റ് ആംഗിൾസിൽ പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെന്താ വെച്ച് ക്രോസ് സെക്ഷനിൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ പോയിൻറ്റ്സ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ എലിവേഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇൻ്റർപോളേറ്റ് ചെയ്ത് കോണ്ടൂർസ് വരയ്ക്കുകയാണ് ചെയ്യുക. തേർഡ് മെത്തേഡ് ബൈ ടാക്കിയോമെട്രിക് മെത്തേഡ് ഞാൻ പറഞ്ഞു, ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമ്മൾ തിയോഡലായിട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റർപോളേഷൻ ഓഫ് കോണ്ടൂർസ്. എങ്ങനെയൊക്കെയാണ് ഈ കോണ്ടൂർസ് ഇൻ്റർപോളേറ്റ് ചെയ്യാൻ പറ്റുക? 3 മെത്തേഡിലാണ് ഇൻ്റർപോളേറ്റ് ചെയ്യുക. ഒന്ന് ബൈ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വെരി റഫ് മെത്തേഡാണ്. നമ്മൾ സ്മോൾ സ്കെയിൽ വർക്കിലാണ് അത് ഉപയോഗിക്കാം. അപ്പം ദ പൊസിഷൻ ഓഫ് കോണ്ടൂർ പോയിൻറ്റ്സ് ബിറ്റ്വീൻ ഗൈഡ് പോയിൻറ്റ്സ്. ഈ ഗൈഡ് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള കോണ്ടൂർ പോയിൻറ്റ്സ് നമ്മൾ എസ്റ്റിമേഷൻ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താ? അരിത്തമെറ്റിക് കാൽക്കുലേഷൻ. അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്, പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. ഇതിൽ എന്താ പറയുക, ഈ കോണ്ടൂർ പോയിൻറ്റ്സ് ഗൈഡ് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള കോണ്ടൂർ പോയിൻറ്റ്സിൻ്റെ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അരിത്തമെറ്റിക് കാൽക്കുലേഷൻ വഴി നമ്മളത് കണ്ടുപിടിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ അതിൽ ഇൻ്റർപോളേഷൻ എന്ത് ചെയ്യും? നമ്മളൊരു ട്രേസിങ് പേപ്പറോ ട്രേസിങ് ക്ലോത്തോ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ കോണ്ടൂർസ് ഇൻ്റർപോളേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മെത്തേഡ് മനസ്സിലായി. എസ്റ്റിമേഷൻ വഴി, അരിത്തമെറ്റിക് കാൽക്കുലേഷൻ വഴി, ഗ്രാഫിക്കൽ മെത്തേഡ് വഴി. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് റഫ് മെത്തേഡാണ്. അരിത്തമെറ്റിക് കാൽക്കുലേഷൻ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ട്രേസിങ് പേപ്പർ വെച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ ലൈയിങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. അതെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സർഫസിൽ ലൈൻ ചെയ്യുന്നതാണ്, ഒരു ലൈനെയാണ് നമ്മൾ കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷനുമായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ പ്രിസർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷനിൽ നമ്മുടെ സർഫസിൽ കൂടെ പോകുന്ന ഒരു ലൈനെയാണ് നമ്മൾ ഈ കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്കതിൻ്റെ ഇൻക്ലിനേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. മാപ്പിൽ ഒരു പോയിൻറ്റിൻ്റെ ഇൻക്ലിനേഷൻ തരികയാണെങ്കിൽ ഈസിലി മാപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും. അപ്പോൾ അതാണ് കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ലൈൻ ലൈയിങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദി ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് കോണ്ടൂർ മാപ്സ്. കോണ്ടൂർ മാപ്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? ഒന്നെന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫ് സെക്ഷൻസ്. സെക്ഷൻ ഡ്രോൺ ചെയ്യാൻ വേണ്ടിയിട്ട്
അതായത് എനി ഗിവൺ ഡയറക്ഷനിലുള്ള ഒരു സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഒന്നെന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻ്റർവിസിബിലിറ്റി ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അതായത് നമുക്ക് ഇപ്പോൾ ട്രയാങ്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റേഷനൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറേ കിലോമീറ്റർ ദൂരെയുള്ള സ്റ്റേഷനൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് ഇത് തമ്മിൽ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് 2 പോയിൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന് അറിയാൻ പറ്റുമല്ലോ ഇത് കാണാൻ പറ്റുമോ. നമ്മൾ ട്രയാങ്കുലേഷൻ സർവേ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സ്റ്റാഫും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇൻ്റർവിസിബിലിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ കോണ്ടൂർ മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് 2 പോയിൻറ്റ് നമ്മൾ ഇൻ്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു യൂസ്. തേർഡ് യൂസ് എന്ന് പറയുന്നത് ട്രേസിങ് ഓഫ് കോണ്ടൂർ ഗ്രേഡിയൻസ് ആൻഡ് ലൊക്കേഷൻ റൂട്ട്. അപ്പോൾ അതായത് നമ്മൾ റൂട്ട് ഓഫ് ഹൈവേയും റെയിൽവേയുടെയും ഒക്കെ കാര്യത്തിൽ, കനാലിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കോണ്ടൂർ പ്ലാനിങ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനാണ് ഒരു ഉപയോഗം. എന്തിനായിരിക്കും റെയിൽവേ ഹൈവേയുടെ ഒക്കെ റൂട്ട് സർവേയിലൊക്കെ വരുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ മെഷർമെൻറ്റ് ഓഫ് ഡ്രെയിനേജ് ഏരിയ. അപ്പോൾ ഡ്രെയിനേജ് ഏരിയ എന്ന് പറയുന്നത് ഒരു ലാർജ് ഏരിയ എന്ന് പറയുമല്ലോ. അപ്പോൾ അതൊരു സ്ട്രീമും റിവർ അല്ലെങ്കിൽ റിവറോ അതിൽ കൂടെ പോകുന്നുണ്ടായിരിക്കുക വാട്ടർ സോഴ്സ്. അപ്പോൾ നമുക്ക് ഈ കോണ്ടൂർ പ്ലാനിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് അതിൽ കൂടെ ഒരു ബേസിൻ പോകാൻ പറ്റുമോ, ആ റെസ്റ്റ് ഓഫ് ദി ഏരിയയിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റുമോ, ഡ്രെയിനേജ് അവിടെ പോസിബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോണ്ടൂർ മാപ്സ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ആണ് എന്താ കാൽക്കുലേഷൻ ഓഫ് റിസർവോയർ കപ്പാസിറ്റി. കോണ്ടൂർ പ്ലാൻ എന്തിനു ഉപയോഗിക്കാൻ പറ്റും? കപ്പാസിറ്റി ഓഫ് റിസർവോയർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ വാട്ടർ എലിവേഷൻ ഒരു 100 മീറ്ററിലുള്ള ഒരു ഏരിയ മൊത്തം എടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഏരിയ നമുക്ക് പ്ലാനിമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ആ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഈ ഏരിയനെ ഡിഫറെൻറ്റ് കോണ്ടൂർ ഇൻ്റർവെൽസിലാണ് എടുക്കുന്നതെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കിട്ടില്ലേ, അതിൽ നിന്ന് അതല്ലേ റിസർവോയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും? ട്രപ്പിസോയിഡൽ ഫോർമുല വെച്ചിട്ടോ പ്രിസ്മോയിഡൽ ഫോർമുല വെച്ചിട്ടൊക്കെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 യൂസാണ് കോണ്ടൂർ മാപ്സ് വെച്ചിട്ടുള്ളത്. ഡ്രോയിങ് ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കാം, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻ്റർവിസിബിലിറ്റി ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സ് നമ്മൾ ഇൻ്റർവിസിബിലിറ്റി അറിയാൻ പറ്റും. പിന്നെ തേർഡ് വൺ ട്രേസിങ് ഓഫ് കോണ്ടൂർ ഗ്രേഡിയൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് റൂട്ട് അറിയാൻ പറ്റും. ആ റൂട്ടിൽ കൂടെ എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട് ഹൈവേ ഒക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റെയിൽവേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മെഷർമെൻറ്റ് ഓഫ് ഡ്രെയിനേജ് ഏരിയയുടെ മെഷർമെൻറ്റിന് ഉപയോഗിക്കാം. റിസർവോയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോണ്ടൂറിംഗ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻപ് കാലങ്ങളിൽ നമ്മുടെ PSC ചോദിച്ചായിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഹയർ വാല്യൂ ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഡിപ്രഷനാണോ, ഹില്ലാണോ, പ്ലെയിൻ സർഫസ് ആണോ, റിഡ്ജ് ആണോ? എന്താണ് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ്? ഹില്ലാണ് അല്ലേ. നേരെ തിരിച്ച് ലോവർ വാല്യൂ ആണ് ഉള്ളിലെങ്കിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ഡിപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, PSC എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ്സ് എ ഹില്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 contours of different elevations do not cross each other except in case of. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, 2 എലിവേഷൻസ് തമ്മിൽ കോണ്ടൂർസിൻ്റെ ഡിഫറെൻറ്റ് എലിവേഷൻ തമ്മിൽ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ഏത് കേസിൽ ഒഴികെ? ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ ഒഴികെ ഇല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ കിട്ടണല്ലേ. നമ്മുടെ തിയറിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ, വേറെ എക്സ്ട്രാ പുറത്തൊന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നെക്സ്റ്റ് വൺ, ദ കോണ്ടൂർ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി. ഏതൊക്കെ കേസിലാണ് കോണ്ടൂർ ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക? ബോത്ത് A and B. റിഡ്ജ് ലൈനിൻ്റെ കേസിലും പെർപെൻഡിക്കുലർ ആണ്, വാലി ലൈൻ്റെ കേസിലും പെർപെൻഡിക്കുലർ ആണ്. റിഡ്ജ് ലൈൻ്റെ കേസിൽ എന്ത് ഷേപ്പാണ്? U ഷേപ്പ് കർവാണ്. വാലി ലൈൻ്റെ കേസിൽ V ഷേപ്പ് കർവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഈസ് കോൾഡ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് എന്താ പറയുക? 2 കോണ്ടൂർസ് തമ്മിലുള്ള കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an area the contour lines are parallel and equidistant, then the area should be. Parallel and equidistant ആണെങ്കിൽ ആ ഏരിയ എങ്ങനത്തെ ഏരിയ ആയിരിക്കും? ഈക്വിഡിസ്റ്റൻ്റ് ആണ്, പാരലൽ ആണ്. അപ്പോൾ നമ്മളതിനെ യൂണിഫോം സ്ലോപ്പ് എന്ന് പറയും, പാരലൽ അല്ലേ. നെക്സ്റ്റ് വൺ, ദ സ്ക്വയർ മെത്തേഡ് ഓഫ് ഇൻഡയറക്റ്റ് കോണ്ടൂറിങ് ഈസ് കോമൺലി യൂസ്ഡ്. സ്ക്വയർ മെത്തേഡ് എവിടെ ഉപയോഗിക്കുക? ഞാൻ പറഞ്ഞു, അത്ര അണ്ടുലേറ്റിംഗ് ഏരിയ അല്ല, നിയർലി ഫ്ലാറ്റ് ഏരിയസിലാണ് അത് ഉപയോഗിക്കുക. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്, ദ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് പോയിന്റ് ലൈയിങ് ഓൺ എ കോണ്ടൂർ. അതിനെന്താ പറയുക? പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് പോയിന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്ങിൽ ദ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് പോയിന്റ്സ് ലൈയിങ് ഓൺ എ കോണ്ടൂറിന് പറയുന്ന പേരെന്താണ്? വെർട്ടിക്കൽ കൺട്രോൾ.
ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താ? സർവേ ഓഫ് ദോസ് പോയിന്റ്സ്. എ പ്ലെയിൻ സർഫസ് ഓൺ എ കോണ്ടൂർ മാപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. പ്ലെയിൻ സർഫസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? സീരീസ് ഓഫ് സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വൽ സ്പേസ്ഡ് കോണ്ടൂർസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. നെക്സ്റ്റ് വൺ, ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് സെയിം എലിവേഷൻ. അതിന് പറയുന്ന പേരെന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടൂർ ലൈൻ. പറഞ്ഞില്ലേ? നെക്സ്റ്റ് വൺ, ഈ ഐസോഗോണിക് ലൈൻ, ഗോണിക് ലൈനൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, കോമ്പസ് സർവേയിങ്ങിൻ്റെ ക്ലാസ്സിലും. ആർക്കെങ്കിലും അറിയാത്തതുകൊണ്ട് ജസ്റ്റ് പ്രീവിയസ് വീഡിയോസ് നോക്കുക. ഐസോഗോണിക് ലൈൻ എന്താണ്, എഗോണിക് ലൈൻ എന്താണ്? ഐസോഗോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡിക്ലിനേഷൻ, എഗോണിക് സീറോ ഡിക്ലിനേഷൻ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വൺ, ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഈസ് കോൾഡ്. രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? കോണ്ടൂർ ഇൻ്റർവെൽ. അതേപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ്. നെക്സ്റ്റ് വൺ, കോണ്ടൂർ ലൈൻ സ്പേസ്ഡ് ക്ലോസ്ലി ഇൻഡിക്കേറ്റ്. ക്ലോസ്ലി സ്പേസ് ചെയ്തിരിക്കുന്ന കോണ്ടൂർ ലൈൻസിനെ എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? സ്റ്റീപ്പ് സ്ലോപ്പ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെ. കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് കെപ്റ്റ് ഹയർ വെൻ. എപ്പോഴാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ കെപ്റ്റ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഇപ്പോൾ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് ചെയ്യാം, നമുക്ക് ടൈമൊക്കെ കുറവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്തായിരിക്കും? മണി അവൈലബിൾ ഈസ് ലിമിറ്റഡ്, വർക്ക് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഫീൽഡ് വർക്ക് ഈസ് സ്മോളർ, ഓഫീസ് വർക്ക് ഈസ് സ്മോളർ. ഈ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കൊക്കെ സ്മോളർ ആണെങ്കിൽ സ്മോളർ ഇൻ്റർവെൽ എടുത്താൽ മതിയല്ലോ, ചെറിയ വർക്കിലാണെങ്കിൽ. പിന്നെ ആൻസർ എന്തായിരിക്കും? മണി അവൈലബിൾ ഈസ് ലിമിറ്റഡ്. പൈസ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വർക്ക് തീർക്കണ്ടേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോണ്ടൂർ ഇൻ്റർവെൽ ഹയർ ആയിട്ട് എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഈസ്. ഞാൻ പറഞ്ഞു സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട്, ഇൻക്ലിനേഷനൊക്കെ വരുന്ന കേസിൽ ഏതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ്? എളുപ്പ പരിപാടി ഏതാണ്? ടാക്കിയോമീറ്റർ ആണ് അല്ലേ? ഈ സ്ക്വയേഴ്സിൻ്റെ വേറെ പേരാണ് സ്പോട്ട് ലെവലിങ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, രണ്ട് ആൻസർ കൊടുത്തപ്പോൾ ബൈ സ്ക്വയേഴ്സും ബൈ സ്പോട്ട് ലെവലിങ് കൊടുത്ത വഴിക്കാൻ മനസ്സിലായില്ല, അതല്ല ആൻസർ എന്ന് മനസ്സിലായി. പിന്നെയുള്ള ആൻസർ എന്താ? ബൈ ക്രോസ് സെക്ഷൻ, ബൈ ടാക്കിയോമീറ്റർ. ഇതറിയുന്നവർക്ക് പിന്നെ മനസ്സിലാവും, ഇൻക്ലിനേഷൻ വെച്ചിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ടാക്കിയോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ടാക്കിയോമെട്രിക് മെത്തേഡ്. നെക്സ്റ്റ് വൺ, ആൻ ഇമാജിനറി ലൈൻ ലൈങ് ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് ആൻഡ് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ്. അങ്ങനെ തന്നെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ് PSC. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കോണ്ടൂർ ഗ്രേഡിയൻറ്റ് പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പ്ലീസ് ഷെയർ മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവർക്കും ഇനി എൻ്റെ പുതിയ വീഡിയോസ് ഇനിയും വരുന്ന ദിവസങ്ങളിലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ